മഹാകുംഭമേള എന്ന് കേട്ടാൽ കേരളത്തിലെ കോൺഗ്രസ് അനുഭാവികൾക്ക് ഹാലിളകും. കാരണം മഹാകുംഭമേളയിലെ മടക്കയാത്രയിൽ തീവണ്ടിക്കായി വാരണാസി റെയിൽവേ സ്റ്റേഷനിൽ ഭക്തർ തിക്കും തിരക്കും കൂട്ടുന്ന ഒരു പടം ഇപ്പോൾ വലിയ രീതിയിൽ വൈറലായി മാറുകയാണ്. ഇതിന്റെ വാല് പിടിച്ചാണ് കോൺഗ്രസ് നെറുകെട്ട രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. മഹാകുംഭമേള കഴിഞ്ഞ് മടങ്ങി പോകുന്നവരുടെ വാരണാസി റെയിൽവേ സ്റ്റേഷനിലുള്ള തിക്കും തിരക്കിന്റെ വീഡിയോയും ട്രെയിനിൽ അധികം യാത്രക്കാർ തള്ളിക്കയറാനുണ്ടായ അസൗകര്യങ്ങളും ആ കാട്ടുന്ന ചില വീഡിയോകളാണ് കോൺഗ്രസ് കേരളം എന്ന എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉത്തർപ്രദേശ് സർക്കാരിനെയും യോഗി ആദിത്യനാഥിനെയും ലക്ഷ്യം വെച്ചുകൊണ്ട് മഹാകുംഭമേളയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അപകീർത്തിപ്പെടുത്താനുള്ള ഗൂഢ നീക്കങ്ങളായാണ് ചില സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ പ്രത്യക്ഷപ്പെട്ടതും. അതേ നിലവാരത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസും തരം താഴുന്ന കാഴ്ചയാണ് കണ്ടതും. അല്ല, ഈ വീഡിയോ പങ്കുവെച്ച മഹാന്മാരോട് ഒന്ന് ചോദിച്ചോട്ടെ, എന്താണ് കോൺഗ്രസിന് ഇത്ര ഹിന്ദു വിരോധം? ഹജ്ജ് തീർത്ഥാടന വേളയിൽ 2000 പേർ ആൾക്കൂട്ടത്തിന്റെ ചവിട്ടിമെതിയിൽ കൊല്ലപ്പെട്ട 2015 അപായമുണ്ടായപ്പോൾ അതിൽ ആശങ്ക പ്രകടിപ്പിക്കുവാനും മരിച്ചവരെ ഓർത്ത് സഹതപിക്കാനുമാണ് അന്ന് കോൺഗ്രസ് ശ്രമിച്ചതെന്ന് ഓർക്കണം. പക്ഷേ ഹിന്ദു ഉത്സവത്തിലെ ചില ചെറിയ പ്രതിസന്ധികളെ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് ഇത്രയും വലിയ മേള സംഘടിപ്പിച്ച മോദി സർക്കാരിനെയും യോഗി ആദിത്യനാഥിനെയും താറടിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. 45 കോടി ഭക്തർ പങ്കെടുത്ത ഒരു മനുഷ്യ മഹാസംഗമത്തിൽ മടക്കയാത്രയിൽ തിരക്കുണ്ടാവുക സ്വാഭാവികമാണ്. അത് വലിയൊരു തെറ്റായിപ്പോയി എന്ന നിലയിലാണ് കോൺഗ്രസ് വിമർശിക്കുന്നത്. മാത്രമല്ല, മോദി കെട്ടി ആഘോഷിച്ച വാരണാസി സ്റ്റേഷൻ എന്ന് പറഞ്ഞും ഈ റെയിൽവേ സ്റ്റേഷനിലെ ചില ദൃശ്യങ്ങളും കോൺഗ്രസ് പുറത്തുവിട്ടിട്ടുണ്ട്. ലക്ഷ്യം വ്യക്തമാണ്: മഹാകുംഭമേളയിലെ ചില ചെറിയ പ്രശ്നങ്ങളെ വലിയ പ്രശ്നമായി പെരുപ്പിച്ചു കാണിക്കുക, അതുവഴി യോഗിയെയും മോദിയെയും അടിക്കാൻ ശ്രമിക്കുക. പക്ഷേ അവർ അപമാനിക്കാൻ ശ്രമിക്കുന്നത് സ്വന്തം നാട്ടിലെ ഏറ്റവും വലിയ ഹിന്ദു മഹാസംഭവത്തെയാണ് എന്ന് അവർ തന്നെ ഓർക്കുന്നില്ല എന്നതാണ് മറ്റൊരു അത്ഭുതകരമായ കാര്യം. മോദി റെയിൽവേയെ പരിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് വന്ദേ ഭാരത് പോലുള്ള ആധുനിക സൗകര്യങ്ങളുള്ള ട്രെയിനുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ബുള്ളറ്റ് ട്രെയിൻ പുറത്തിറക്കാനുള്ള അവസാനഘട്ട ശ്രമത്തിലാണ്. പക്ഷേ അതിനർത്ഥം പഴയ ട്രെയിനുകൾ മുഴുവൻ ഇല്ലാതായിട്ടൊന്നുമില്ല എന്നല്ല. ഇത്രയും വലിയ ജനസംഖ്യയിൽ ഒന്നാമതായ ഇന്ത്യയുടെ റെയിൽവേ സ്റ്റേഷനുകളും പഴയ ട്രെയിനുകളും കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ന്യൂയോർക്ക് പോലെ ആകണമെന്നത് മോദി കരുതുന്നില്ല. അത്തരത്തിലുള്ള മന്ത്രവാദികളൊന്നും തന്നെ കയ്യിലില്ല എന്നും മോദി അവകാശപ്പെടുന്നുമില്ല. പക്ഷേ പഴയ ഇന്ത്യയിൽ നിന്നും പഴയ ഇന്ത്യൻ റെയിൽവേയിൽ നിന്നും അല്പം മുന്നേറാനാണ് മോദി ശ്രമിക്കുന്നത്. 40 വർഷത്തിലധികം ഭരിച്ച് ഇന്ത്യയെ നാശത്തിന്റെ പടുകുഴിയിൽ എത്തിച്ച കോൺഗ്രസ് തന്നെ ഇത്രയും വലിയ ഒരു ഹിന്ദു മഹാമേളയെ അപമാനിക്കുന്നത് ഒരു വീഡിയോ പങ്കുവയ്ക്കുന്നത് അപഹാസ്യമെന്നല്ലാതെ ഒന്നും പറയാനാവില്ല. കഴിഞ്ഞ കുറേ നാളായി കോൺഗ്രസ് ഇന്ത്യൻ റെയിൽവേയുടെ മേൽ കുതിര കയറുകയാണ്. അടിക്കടി ട്രെയിൻ അപകടങ്ങൾ സൃഷ്ടിച്ചും മറ്റും ഗൂഢശക്തികൾ ഇന്ത്യക്കെതിരെ നടത്തുന്ന യുദ്ധങ്ങൾക്ക് ഏറ്റവും അധികം പരിഹാസ്യം നൽകുന്നത് കോൺഗ്രസ് ആണ് എന്നത് ആ പാർട്ടിക്കൊരു ക്ഷുദ്രശക്തിയായി ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടെയാണ്. കഴിഞ്ഞ ദിവസം കേരളത്തിലെ കോൺഗ്രസിന്റെ സമൂഹ മാധ്യമ സൈറ്റിലാണ് മഹാകുംഭമേളയെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു വീഡിയോ പ്രത്യക്ഷപ്പെട്ടതും. ഇതെല്ലാം തന്നെ കോൺഗ്രസ് മറുപടി പറയേണ്ടി വരും എന്ന കാലം വിദൂരമല്ല എന്നുകൂടെ ഇക്കൂട്ടർ ഓർക്കേണ്ടതുണ്ട്. ഇതര മതസ്ഥരെ പോലും അക്ഷരാർത്ഥത്തിൽ ആകർഷിക്കുന്ന മഹാകുംഭമേളയിൽ അനാവശ്യമായ പൊടുപ്പും തൊങ്ങലും കൂട്ടിച്ചേർത്ത് നിറച്ചുകൊണ്ട് അതിന്റെ പവിത്രതയെ കളങ്കപ്പെടുത്താനാണ് ഇക്കൂട്ടർ ശ്രമം നടത്തുന്നത്, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി. നമുക്കറിയാം, ഇതോടുകൂടി കോടിക്കണക്കിന് ഭക്തരാണ് മഹാകുംഭമേളയിൽ എത്തി സ്നാനം നടത്തിയതും. അതിൽ പ്രമുഖ സിനിമാ താരങ്ങളുടെ നിര തുടങ്ങി ഉന്നത രാഷ്ട്രീയ ഉദ്യോഗസ്ഥർ അടക്കം എത്തിയിട്ടുണ്ട്. അതേസമയം കുംഭമേള നഗരത്തിൽ മഹാപൂർണിമ ദിനത്തിൽ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്തതാകട്ടെ ലക്ഷക്കണക്കിന് ഭക്തരാണ്. മഹാപൂർണിമ ദിനത്തോടനുബന്ധിച്ച് വിപുലമായ ആഘോഷ പരിപാടികളാണ് കുംഭമേളയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്നത്തെ ദിവസം മാത്രം 73.60 ലക്ഷം പേരാണ് ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തിയിരിക്കുന്നത്. അർദ്ധരാത്രി മുതലായിരുന്നു പൂർണിമയോടനുബന്ധിച്ചിട്ടുള്ള സ്നാനം ആരംഭിച്ചതും. ഒരേ സമയം 10,000 പേർ നദിയിൽ സ്നാനം ചെയ്യുകയും ചെയ്തു. മണിക്കൂറുകൾ കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് പേരാണ് ത്രിവേണി സംഗമത്തിൽ മുങ്ങി നിവർന്നതും. മഹാകുംഭമേളക്കിടെ നടക്കുന്ന 4ാമത്തെ ഭക്തജന സ്നാനം കൂടിയാണ് ഇത്. സ്നാനത്തിനിടയിലുള്ള തിരക്കിൽപ്പെട്ടുള്ള അപകടങ്ങൾ ഒഴിവാക്കാനായി കർശന സുരക്ഷയായിരുന്നു ഒരുക്കിയിരുന്നത്. അതേപോലെ തന്നെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ലക്നൌവിൽ നിന്നും പരിപാടികൾ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. പുലർച്ചെ 4 മണി മുതൽ തന്നെ യോഗി ലക്നൌവിലെ ഔദ്യോഗിക വസതിയിലെ വാർ റൂമിൽ നിന്നും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചതായും സംസ്ഥാന സർക്കാർ പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയും ചെയ്തു.
ഭക്തർക്ക് സ്നാനം നടത്തിയ ശേഷം കുംഭമേളയുടെ ഭാഗത്തേക്ക് പോകാൻ വിപുലമായ സൗകര്യങ്ങളായിരുന്നു ഒരുക്കിയിരുന്നത്. ഭക്തജന സഞ്ചാരം എളുപ്പമാക്കാൻ വേണ്ടി ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ ഏർപ്പെടുത്തിയിരുന്നു. എല്ലാ കപ്പൽവാസികളോടും നിർദ്ദേശങ്ങൾ കൃത്യമായി തന്നെ പാലിക്കണമെന്നും ഉദ്യോഗസ്ഥർക്ക് അറിയിപ്പ് നൽകിയിരുന്നു. ഇവർ ഇത് കൃത്യമായി തന്നെ പാലിച്ചതും മഹാപൂർണിമ മാസം എളുപ്പമാക്കാനും ആ സ്നാനം എളുപ്പമാക്കാൻ സഹായിക്കുകയും ചെയ്തു. തിരക്ക് വർദ്ധിപ്പിക്കുന്ന പോയിന്റുകളിൽ നിരവധി പോലീസുകാരെ നിയന്ത്രിക്കാനായി ചുമതലപ്പെടുത്തിയിരുന്നു. തിരക്ക് ഒഴിവാക്കാൻ ഇന്നലെ രാവിലെ മുതൽ തന്നെ കുംഭമേള നഗരത്തിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി പുലർച്ചെ 4 മണി മുതൽ തന്നെ കുംഭമേള നഗരത്തിൽ വാഹനം പ്രവേശിക്കുന്നതിന് അധികൃതർ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെ തന്നെ വൈകിട്ട് 5 മണിക്ക് പ്രയാഗ്രാജിലേക്കുള്ള വാഹനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അവശ്യ സർവീസുകൾ മാത്രമേ അനുവദിക്കുകയുള്ളൂ. ട്രാഫിക് ഒഴിവാക്കുവാനും പാർക്കിങ്ങിനുമായ പ്രത്യേക പാർക്കിംഗ് കേന്ദ്രങ്ങളും ഒരുക്കിയിരുന്നു. വാഹനങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ച സാഹചര്യത്തിൽ യാത്രക്കാർക്കായി പ്രത്യേക ബസ് സർവീസുകളും ഏർപ്പെടുത്തിയിരുന്നു. 10 മിനിറ്റ് ഇടവേള വിട്ടുകൊണ്ട് സർവീസ് നടത്തുന്ന 1200 ബസ്സുകളായിരുന്നു ഭക്തർക്കായി ഒരുക്കിയിരുന്നത്. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ സ്ഥിതിഗതികൾ അടിക്കടി തന്നെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഹിന്ദുക്കളെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട ദിനമായിരുന്നു മാഘപൂർണിമ. ഹിന്ദു കലണ്ടർ പ്രകാരമുള്ള മകരമാസത്തിലെ പൗർണമി ദിനത്തിലാണ് മഹാപൂർണിമ ആഘോഷിക്കുന്നത്. മഹാമാഘി എന്നും മഹാപൂർണിമ എന്നും ഇതിനെ അറിയപ്പെടുന്നു. ഹിന്ദുക്കളെ സംബന്ധിച്ച് ഏറ്റവും ശുഭകരമായ ദിനം കൂടിയാണിന്ന്. സൂര്യൻ ഉദിക്കുന്നതിന് മുൻപേ തന്നെ ഗംഗാ നദിയിൽ സ്നാനം ചെയ്യാനാണ് മഹാപൂർണിമ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുക. ഈ ദിനത്തിലെ ഉപവാസ വ്രതം ഏറ്റവും പുണ്യകരമായ വ്രതമെന്നാണ് പറയപ്പെടുന്നത്. രാവിലെ ആരംഭിക്കുന്ന ഉപവാസം രാത്രി ചന്ദ്രനെ കണ്ടുകൊണ്ടാണ് അവസാനിപ്പിക്കേണ്ടത്. ചന്ദ്രന് ആരതി അർപ്പിച്ചുകൊണ്ട് ശേഷം ഭക്ഷണം കഴിക്കാം. ഇന്ന് ഭക്ഷണം, ധ്യാനം, ശർക്കര, പഴങ്ങൾ തുടങ്ങിയ ദാനം ചെയ്യുന്നതും ഏറെ മഹത്തരമായ കാര്യമാണ്. അതേസമയം നമുക്കറിയാം, രാജ്യത്തെ ഏറ്റവും വലിയ ഹൈന്ദവ തീർത്ഥാടന സംഗമമാണ് മഹാകുംഭമേള എന്നറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഒത്തുചേരുന്ന മേള എന്ന ഖ്യാതിയും കുംഭമേളയ്ക്ക് തന്നെയാണുള്ളത്. ഇനി കുംഭമേളയുടെ ഐതിഹ്യം ഇങ്ങനെയാണ്. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന പൂർണ്ണ കുംഭമേള അതീവ പ്രാധാന്യമേറിയതാണ്. പ്രയാഗ്രാജ്, ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക് എന്നിവിടങ്ങളിലാണ് കുംഭമേള നടക്കുന്നത്. പാലാഴി മഥനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കുംഭമേളയുടെ ഐതിഹ്യം. ദേവാസുര യുദ്ധം നടക്കുന്ന സമയത്ത് അമൃത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായി ഗരുഡൻ അമൃത കുംഭവുമായി പറന്നു. പറക്കുന്നതിനിടെ വിശ്രമിക്കാനായി അസുരന്മാർക്ക് ആക്രമിക്കാൻ കഴിയാത്ത 4 തീർത്ഥഘട്ടങ്ങളിലാണ് ഗരുഡൻ ഇറങ്ങിയത്. ഈ തീർത്ഥഘട്ടങ്ങളുടെ നടുവിൽ അമൃത കുംഭം വെച്ചിട്ടാണ് ഗരുഡൻ വിശ്രമിച്ചതും. 12 ദിവസങ്ങളിലായാണ് ദേവാസുര യുദ്ധം നടക്കുന്നതും. ഈ 12 ദിവസങ്ങളിലായുള്ള ഓട്ടത്തിനിടെ ഈ 4 തീർത്ഥഘട്ടങ്ങളിൽ ഗരുഡൻ വഹിച്ചിരുന്ന അമൃത കുംഭത്തിൽ നിന്നും അമൃത് തുളുമ്പി വീണുവെന്നാണ് ഐതിഹ്യം പറയപ്പെടുന്നതും. ഈ തീർത്ഥഘട്ടങ്ങളിൽ നിന്നും അമൃതിന്റെ സാന്നിധ്യമുണ്ടെന്നാണ് വിശ്വാസം. അമൃതന്റെ സാന്നിധ്യമുള്ള ഈ പുണ്യ തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യാൻ സർവ്വദേവ കിന്നരന്മാരും ഋഷീശ്വരന്മാരും എത്തും. ഇവിടെ ഓരോ 12 ദിവസത്തിലും പൂർണ്ണ കുംഭമേള നടക്കുന്നു. 11 എണ്ണം കഴിയുമ്പോൾ 12ാം പൂർണ്ണ കുംഭമേളയെ മഹാകുംഭമേള എന്ന് വിളിക്കുന്നു. 144 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇത് സംഭവിക്കുന്നത്. പൂർണ്ണ കുംഭമേള, അർദ്ധ കുംഭമേള, മാഘ കുംഭമേള, മഹാകുംഭമേള എന്നിങ്ങനെ കുംഭമേളകൾ പലതുണ്ട്. 3 വർഷം കൂടുമ്പോൾ ഹരിദ്വാർ, പ്രയാഗ്രാജ്, നാസിക്, ഉജ്ജയിൻ എന്നിവിടങ്ങളിൽ നദീതീരങ്ങളിലാണ് കുംഭമേളകൾ നടക്കാറുള്ളത്. അർദ്ധ കുംഭമേള 6 വർഷത്തിനിടെ ഹരിദ്വാറിലും പ്രയാഗ്രാജിലും നടക്കും. മഹാകുംഭമേള പ്രയാഗ്രാജിൽ മാത്രമാണ് നടക്കുന്നത്. 12 വർഷങ്ങളിലെ ഇടവേളകളിൽ നടക്കപ്പെടുന്ന 12 കുംഭമേളകൾക്ക് ശേഷമാണ് മഹാകുംഭമേള നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.